ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി വനിതാ കൂട്ടായ്മയും ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഒരുക്കി. റേഷൻ വ്യാപാരികൾക്ക് വേതന വർധനവ് അനുവദിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ 12:30 വരെയും 3:30 മുതൽ 6 മണി വരെയും പുനർനിർണയിക്കുക, എല്ലാ സർക്കാർ അവധി ദിവസങ്ങൾ റേഷൻ കടകൾക്കും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് വനിതാ കൂട്ടായ്മ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഹോസ്ദുർഗ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും വനിതാ കൂട്ടായ്മയും അനുമോദന സദസ്സും സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ നടരാജൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് എല്ലാ താലൂക്കിലും വനിതാ കൂട്ടായ്മകൾ വേണം എന്നും ആ വനിതാ കൂട്ടായ്മയിൽ അവരുടെ അഭിപ്രായങ്ങളായ സ്ത്രീകളുടെ വിഷയങ്ങൾ അവർക്ക് ഈ റേഷൻ മേഖലയായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ വെക്കണമെന്നും സംസ്ഥാന കമ്മിറ്റി അതിലേക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അതായത് സർക്കാരിനോട് അപേക്ഷിക്കണമെന്നും അത് സർക്കാരിന് മുന്നിൽ എത്തിക്കണമെന്നുള്ളതാണ് സംഘടന ഉദ്ദേശിക്കുന്നതിനെ പറ്റി. നമുക്കറിയാം, 8 മണിക്ക് ഒരു വീട്ടമ്മ ആ റേഷൻ കടയിൽ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി റേഷൻ കടയിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ വീട്ടമ്മയ്ക്ക് പല കാര്യങ്ങളും അവിടെ ഒഴിവാക്കിയാണ് റേഷൻ കടയിലേക്ക് എത്തിച്ചേരേണ്ടി വരുന്നത്. കാരണം ആ 8 മണി എന്നുള്ളത് പലരും പല യോഗങ്ങളിലും ആലപ്പുഴ സമ്മേളനത്തിലായാലും അതുപോലെ തന്നെ കോട്ടയത്ത് സമ്മേളനങ്ങളായാലും അവർ പറഞ്ഞിരിക്കുന്നത് 8 മണിക്ക് റേഷൻ കട തുറക്കാൻ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ സ്കൂളിലേക്ക് എത്തിക്കേണ്ട ചുമതലയുണ്ട്, ഭർത്താവിന് ജോലിക്ക് പറഞ്ഞേക്കേണ്ട ചുമതലയുണ്ട്. അപ്പൊ അതിനിടയിൽ ഞങ്ങൾ ഇതെല്ലാം വിട്ടുകൊണ്ട് ഞങ്ങൾ റേഷൻ കടയിൽ എത്തുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ യോഗത്തിൽ സംസ്ഥാന ഭക്ഷ്യമന്ത്രിയുമായും അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ചേർന്ന് നടത്തിയ യോഗത്തിൽ ആ ഒരു തീരുമാനം ഈ സമയക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അനിൽ പള്ളിക്കണ്ടം അധ്യക്ഷത വഹിച്ചു. സുരേഷൻ മേലാങ്കോട്, കെ രാജേന്ദ്രൻ, കെ ശശിധരൻ, അഡ്വക്കേറ്റ് പി വി സുരേഷ്, സുരേഷൻ അമ്പലത്തറ, സുധീഷ്, സത്യൻ ചെറുവത്തൂർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ മണികണ്ഠൻ സ്വാഗതവും ശബരീശൻ നന്ദിയും പറഞ്ഞു. ഹോസ്ദുർഗ് താലൂക്ക് വനിതാവേദിയുടെ പ്രസിഡന്റായി രതീഷ് സുരേഷ് മേലാങ്കോട്ടിനെയും സെക്രട്ടറിയായി MP രജിതയെയും സഹഭാരവാഹികളായി ഷൈമ ക്ലായിക്കോട്, കൗസല്യ ഗോവിന്ദൻ, ഗ്രീഷ്മ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.